അതിനിടയിൽ LDF UDF മുന്നണികളെ വെല്ലുവിളിക്കുന്ന ഒരു പരാമർശവും PV അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. സതീശനും റിയാസിനും ഷൗക്കത്തിനുമെതിരെ തന്റെ കയ്യിൽ തെളിവുണ്ടെന്നാണ് അൻവർ പറയുന്നത്. വേണ്ടി വന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ TV വെച്ച് പ്രദർശിപ്പിക്കുമെന്നുമുണ്ട് PV അൻവറിന്റെ വെല്ലുവിളി. ഞാൻ നിലമ്പൂർ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട്. ഇവർ പറയുന്നത് പോലെ ആ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തുവിടുക. ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ പറയുന്ന VD സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികേടിലേക്ക് പോകും. ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാണ്. ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും നേതൃത്വത്തിലാണ്. അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും. വെറും വെല്ലുവിളികൾ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ നീക്കങ്ങളൊക്കെ തുടങ്ങുകയാണ് PV അൻവർ. അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ വീട്ടിലെത്തി ഇന്ന് അദ്ദേഹം കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. അല്പസമയം മുൻപ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും പ്രതികരണവും നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇന്ന് നോമിനേഷൻ കൊടുത്തു. ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് പറഞ്ഞു, ഇന്നലെയാണല്ലോ ഞാൻ മത്സരിക്കുന്നതെന്ന് തീരുമാനിക്കപ്പെടുന്നു. അപ്പോൾ ആ തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത്, പ്രകാശം ഞാനൊക്കെ ഒരുമിച്ച് കോളേജിലും യൂത്ത് കോൺഗ്രസിലും KSയിലൊക്കെ ഉണ്ടായിരുന്ന ഒക്കെ ഞങ്ങൾ സമകാലികരാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഡൈവേർട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. നമ്മളൊരു പഴയകാല സുഹൃത്ത്, കോളേജ് സുഹൃത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നമ്മളെ ഒപ്പോണന്റ് കാൻഡിഡേറ്റ്, ആ നിലക്ക് ഇവിടെ വരിക, സ്മിതയും കുട്ടികളെയും കാണുക എന്ന് എത്രയേ ഉദ്ദേശമുള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞങ്ങളെന്നും പാർട്ടിക്കൊപ്പം, കോൺഗ്രസ് പാർട്ടിക്കൊപ്പം. അരുൺ അമൃതനാഥ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എപ്പോഴും PV അൻവറിന്റെ പ്രത്യേകത പറയുന്നതൊക്കെ ഡയലോഗുകളൊക്കെ ഏതെങ്കിലും തരത്തിൽ മാസ്സാവുക, അല്ലെങ്കിൽ നടത്തുന്ന സന്ദർശനങ്ങളും നീക്കങ്ങളും ഒക്കെ മാസ്സാവുക എന്ന തരത്തിലാണ് PV അൻവറിന്റെ ഓരോ ചലനവും ഉണ്ടാകാറ്. ഇപ്പോഴെന്തായാലും ഇന്നിപ്പോൾ വീട്ടിലെത്തി, VV പ്രകാശിന്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തുമ്പോൾ എങ്ങനെയാണോ കുടുംബാംഗങ്ങളുടെ പ്രതികരണം അവിടെ നിന്നുണ്ടാകുന്നത് എന്നറിയണം. അതിനപ്പുറത്തേക്ക് നിലമ്പൂരിൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാകുമെന്ന് അക്ഷയ, അൻവറിന്റെ നീക്കങ്ങൾ തികച്ചും പൊളിറ്റിക്കലായി മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം. കാരണം കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ അണിയറയിൽ നടത്തിക്കൊണ്ട് ഓരോന്നായി ആവിഷ്കരിച്ചു വരികയാണ് PV അൻവർ എന്നുള്ളത് തന്നെയാണ്. അൻവറിന്റെ നാമനിർദ്ദേശ പത്രിക നൽകിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നത് VV പ്രകാശിന്റെ വീട്ടിൽ എന്നുള്ളത് കൂടിയാണ് അതിന്റെ രാഷ്ട്രീയ പ്രസക്തി. അതായത് MV ഗോവിന്ദൻ ഉൾപ്പെടെ VV പ്രകാശിനെ കാലുവാരിയിരുന്നു ആര്യാടൻ ഷൗക്കത്ത് 2021 തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ക്യാമ്പയിൻ ആരംഭിച്ചത്. അതേ ട്രാക്കിൽ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാവുന്ന എല്ലാ ആയുധങ്ങളും അൻവർ ഉപയോഗിക്കുകയാണ്. അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ നേരത്തെ ആദ്യം പറഞ്ഞു ഉപേക്ഷിച്ചതാണ്. നേരത്തെ UDFവുമായി സഹകരിക്കുമെന്നൊരു അവസ്ഥ വന്നപ്പോൾ ഈ പൊളിറ്റിക്കൽ നെക്സസ് എന്ന ആരോപണം അത് വീണ്ടും എടുത്ത് ഉന്നയിക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയനെതിരെ, മുഹമ്മദ് റിയാസിനെതിരെ, സതീഷിനെതിരെ ഇവരൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് പലവിധമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രണ്ട് സ്ഥാനാർത്ഥികളെയും കടന്നാക്രമിക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായുമാണ് PV അൻവർ നേരിടുന്നത്. വിശ്വാസത്തിൽ എടുക്കുമെന്നുള്ളതാണ് അരുൺ. അതായത് ഒരിക്കൽ പറഞ്ഞാണ് ഈ പൊളിറ്റിക്കൽ നെക്സസുകളാണ് സതീശനും പിണറായി എന്നൊക്കെ ഒരിക്കൽ അൻവർ പറഞ്ഞതാണ്. അത് പിന്നീട് മാറി സതീശനൊപ്പം നിൽക്കുന്നു, കളം മാറുന്നു, കളം മാറ്റി ചവിട്ടുന്നു. ഇന്നിപ്പോൾ വീണ്ടും അതേ ആരോപണങ്ങൾ ഒരു ഘട്ടത്തിൽ ഒഴിവാക്കപ്പെടുമ്പോൾ പറയുമ്പോൾ നിലമ്പൂരുകാർ ഇതൊക്കെ എത്ര കണ്ട് വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ട്? അത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ രീതി എന്ന് പറഞ്ഞാൽ തീർത്തും വ്യക്തിഗതമാണ്. അത് തെളിവാക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മാറി മറയുന്ന നിലപാടുകൾ. അൻവർ ഇന്നൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ പോലും നമുക്കത് ആധികാരികമായി ഉറപ്പിക്കാൻ കഴിയാത്ത രീതിയിലാണ്. അവസാന നിമിഷം വരെയും കാത്തിരിക്കണം. ഇന്ന് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിനമായിരുന്നു. ഇന്ന് ഉൾപ്പെടെ അൻവർ നാമനിർദ്ദേശ പത്രിക നൽകുന്ന ആ സമയം വരെയും അത്രയും രാഷ്ട്രീയ ആകാംക്ഷ ബാക്കി വെച്ചുകൊണ്ടാണ് അൻവറിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ ചോദിച്ച ചോദ്യം പോലെ തന്നെ അന്ന് ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് പുറത്തു വന്നപ്പോൾ അൻവറിന് ആളുകളുടെ ഇടയിൽ ഒരു സ്വീകാര്യതയുണ്ടായിരുന്നു. പല ജനകീയ വിഷയങ്ങളിലും അത് എല്ലാവരും ഏറ്റെടുത്തതുമായിരുന്നു. പിന്നീട് UDFവുമായി സഹകരിക്കാൻ തയ്യാറാവുന്നു. പിന്നീട് ആ നിലപാടുകളിലൊക്കെ മാറ്റം വരുത്തുന്നു. പിന്നീട് വീണ്ടും പറഞ്ഞത് തന്നെ പറയുന്നു. അപ്പോൾ ആളുകൾക്കിടയിൽ വേണ്ട അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അൻവറിന് സാധിക്കുമോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. പക്ഷേ അൻവറിൻ്റെ ഒരു വ്യക്തിഗതമായ രാഷ്ട്രീയ ശൈലിയുണ്ട്. തെരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റ് ആണ് PV അൻവർ എന്നുള്ളത്. ഉയരുന്ന ചോദ്യം
ആരെ ബാധിക്കും എന്നുള്ളതാണ്. അത് UDF ക്യാമ്പിലും LDF ക്യാമ്പിലും ഒരുപോലെ അവർ വിലയിരുത്തുന്ന അനുകൂല പ്രതികൂല ഘടകങ്ങളുണ്ട്. തീർച്ചയായിട്ടും അൻവർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അൻവർ ആർജിക്കുന്ന അല്ലെങ്കിൽ അൻവർ നേടിയെടുക്കുന്ന വോട്ടുകൾ അത് ആരെ തോൽപ്പിക്കാൻ കാരണമാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്.